പ്രായമാകുമ്പോൾ ആരോഗ്യം കുറയുക സ്വാഭാവികമാണ്. കാഴ്ച കുറയും, ഓർമ്മ കുറയും, അസ്ഥികൾക്കും പേശികൾക്കും ബലം കുറയും, ഓർമ്മശക്തി കുറയും, ചിന്താശേഷി കുറയും, വേഗത കുറയും, ആത്മവിശ്വാസം കുറയും, പ്രതിരോധശേഷി കുറയും. ഇങ്ങനെ പൊതുവായി ഒരു ബലക്ഷയം അനുഭവപ്പെടും. ഈ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അവർ ചിന്തിക്കേണ്ടത് ഇത് സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാകുന്നുവെന്നാണ്. എല്ലാ ജീവജാലങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. എങ്കിലും നമുക്ക് ചോദിക്കാം, പ്രായവും ആരോഗ്യവും തമ്മിലാണോ ബന്ധം, അതോ രോഗവും ആരോഗ്യവും തമ്മിലാണോ? ശരിയായ ഉത്തരം രോഗവും ആരോഗ്യവും തമ്മിലാകാനാണ് സാധ്യത. കാരണം പ്രായം കുറവാണെങ്കിലും രോഗമുണ്ടായാൽ ആരോഗ്യം ക്ഷയിക്കും. പ്രായമേറിയാലും രോഗമൊന്നുമില്ലെങ്കിൽ ആരോഗ്യത്തിന് വലിയ ഹാനി സംഭവിക്കുന്നില്ല. പ്രായത്തിൻ്റെ പരിമിതികളെയും പരാധീനതകളെയും മറികടക്കുന്നതിനുള്ള പ്രധാന മാർഗം ആശുപത്രിയും മരുന്നുകളുമല്ല. പകരം ആരോഗ്യകരമായ ജീവിതചര്യ അഭ്യസിക്കുകയാണ്. ആരോഗ്യകരമായ ജീവിതചര്യയ്ക്ക് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഭക്ഷണശീലം ക്രമീകരിക്കുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, മിതമായി ഭക്ഷിക്കണം, ചെയ്യുന്ന ജോലിക്ക് ആവശ്യമായത് മാത്രം ഭക്ഷിക്കുക. കായികാധ്വാനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ ഭക്ഷിക്കുന്നിടത്തോളം ഓഫീസ് ജോലിയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഭക്ഷിക്കേണ്ടതായി വരുന്നില്ല. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളും തമ്മിൽ ഭക്ഷണത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകും. എത്രത്തോളം ഊർജം ആവശ്യമുണ്ടോ അത്രത്തോളമേ ഭക്ഷിക്കേണ്ടതുള്ളൂ. സ്വാദിനു വേണ്ടിയല്ല ഭക്ഷിക്കുക, ആരോഗ്യത്തിനു വേണ്ടിയിട്ടാണ്. സമീകൃത ആഹാര രീതിയിൽ പച്ചിലകളും പഴവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഭക്ഷണശീലത്തെ ക്രമീകരിക്കുന്നത് തന്നെയാണ്. രണ്ടാമത്തെ മാർഗം തുടർച്ചയായ വ്യായാമമാണ്. പലരും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് രോഗം പിടിപെടുമ്പോഴോ ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോഴോ ആണ്. രോഗം മൂർച്ഛിക്കാതിരിക്കാനോ സൗഖ്യമുണ്ടാകാനോ ഒരുപക്ഷെ അത് സഹായിച്ചേക്കും. ആരോഗ്യമുണ്ടാകുന്നതിന് എല്ലാ ദിവസവും വ്യായാമത്തിൽ ഏർപ്പെടുക പ്രധാന കാര്യമാണ്. നിഷ്ഠയോടെ വ്യായാമം ചെയ്യുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. അമിതവണ്ണം കുറയ്ക്കാനും പ്രവർത്തനോർജം കൂട്ടാനും ഉത്സാഹം വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിതമാക്കാനുമൊക്കെ വ്യായാമം സഹായിക്കുന്നുവെന്നാണ് അനുഭവം. ശരിയായ ഭക്ഷണക്രമവും വ്യായാമമുറകളും അഭ്യസിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം താരതമ്യേന കുറവായിരിക്കും. ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 7 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കണം. മൂന്നാമത്തെ മാർഗം ഉല്ലാസ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാനും മാനസിക ആഹ്ലാദത്തിലേക്ക് എത്താനും ഇത് സഹായിക്കും. ഇഷ്ടമുള്ള ഇൻഡോർ ഗെയിമുകളിൽ പങ്കെടുക്കുന്നത്, യോഗാഭ്യാസം ചെയ്യുന്നതും ധ്യാനിക്കുന്നതും, വെറുതെ ശാന്തമായ മനസ്സ് ഉണ്ടാകട്ടെ എന്ന് കരുതി ഏകാഗ്രതയോടെ ഇരിക്കുന്നതും, പാട്ടുപാടുന്നതും പാട്ട് കേൾക്കുന്നതും വായിക്കുന്നതും സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതുമൊക്കെ ഉല്ലാസ വഴികൾ തന്നെയാണ്. ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഏറ്റവും വലിയ സമ്പത്ത്.